കുറെ കാലത്തിന് ശേഷം വീണ്ടും റാബീസ് നമ്മുടെ ഇടയിൽ ചർച്ചയാവുകയാണ്. കാരണം ഇന്ന് റാബീസ് ബാധിച്ച് കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ അഡ്മിറ്റ് ആയിരുന്ന 5 വയസ്സുകാരി മരണപ്പെട്ടിരിക്കുകയാണ്. നമുക്കറിയാം, റാബീസ് ബാധിച്ചു എന്ന് പറഞ്ഞാൽ തന്നെ അത് ഏകദേശം മരണം നമുക്ക് തടുക്കാൻ സാധിക്കില്ല എന്നുള്ളൊരു സത്യം നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. കാരണം അത്രത്തോളം ഒരു ഡെഡ്ലി ഡിസീസാണ്. നമുക്കതിന് കൃത്യമായിട്ടുള്ള മരുന്നുകളോ ആന്റിവൈറൽ മരുന്നുകളോ ഒന്നും ഇപ്പോഴും ലഭ്യമല്ല. അപ്പോ പലരും എനിക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു, എന്തുകൊണ്ടായിരിക്കാം, അതായത് ആ കുട്ടി റാബീസ് വാക്സിനും ഇമ്മ്യൂണോഗ്ലോബിനും ഒക്കെ എടുത്തതാണ്, പക്ഷെ എന്തുകൊണ്ടായിരിക്കാം ഇതൊക്കെ എടുത്തിട്ടും ആ കുട്ടിക്ക് റാബീസ് ബാധിച്ചത് എന്നുള്ളത്. അപ്പോൾ അതാണ് ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്ന വിഷയം. എന്തുകൊണ്ടാണ്, ഏതൊക്കെ സാഹചര്യത്തിൽ റാബീസ് വാക്സിൻ എടുത്തതിന് ശേഷവും നമുക്ക് റാബീസ് വരാനുള്ള സാധ്യതയുണ്ട്. വളരെ അപൂർവമാണ്, പക്ഷെ എങ്കിലും ചില സാധ്യതകൾ നമുക്ക് നോക്കാം. ഏറ്റവും കോമൺ ആയിട്ട് കാണുന്ന സാധ്യത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒന്നാമത്തേത് ആ വാക്സിൻ, അതായത് കടിയോ മാന്തലോ കിട്ടിയതിനു ശേഷം നമ്മൾ ആ ഫസ്റ്റ് വാക്സിൻ ഡോസ് കൊടുക്കുന്നത് 48 മണിക്കൂറിനുള്ളിൽ കൊടുക്കണം മിനിമം. അതായത് എത്രയും വേഗം കൊടുക്കുക എന്നുള്ളതാണ്. പക്ഷെ എത്രത്തോളം വൈകുന്നു അത്രത്തോളം റിസ്ക് കൂടുതലാണ്. അപ്പോൾ കുറച്ച് വൈകിട്ടാണ് ആ ഫസ്റ്റ് ഡോസ് കിട്ടിയിട്ടുള്ളത് എന്നുണ്ടെങ്കിൽ, കാരണം അപ്പോഴേക്കും വൈറസ് നമ്മുടെ ശരീരത്തിലേക്ക് വ്യാപിച്ചിട്ടുണ്ടാവാം. രണ്ടാമത്തേത്, പ്രത്യേകിച്ചിട്ട് ഈ തലയിലും, അതായത് അപ്പർ ബോഡി, കാരണം നമ്മുടെ ബോഡിയുടെ നെർവ് എൻഡിങ്സ് ഉള്ള ഭാഗങ്ങളിൽ എത്രയും വേഗം ആ വൈറസ് നമ്മുടെ തലച്ചോറിലേക്ക്, ഇതിന്റെ നെർവിൽ കൂടെ, അതായത് നമ്മുടെ നാഡികളിൽ കൂടിയാണ് ഈ റാബീസ് വൈറസ് നമ്മുടെ തലച്ചോറിലേക്ക് എത്തുന്നത്. അപ്പോൾ നെർവ് എൻഡിങ്സ് ഏറ്റവും കൂടുതലുള്ള നമ്മുടെ കൈകൾ, കാലുകൾ, അതുപോലെ ഏറ്റവും കൂടുതൽ ഡേഞ്ചറസ് ആയിട്ടുള്ള സ്ഥലം തല, സ്കാൽപ്പ്, തല, ഈ ഒരു ഭാഗത്തൊക്കെ കടി കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ അത് വളരെ ഡേഞ്ചറസ് ആയിട്ടുള്ള ഒരു സിറ്റുവേഷൻ ആണ്. അപ്പൊ നമുക്ക് പലപ്പോഴും ഇമ്മ്യൂണോഗ്ലോബുലിൻ കൊടുക്കേണ്ടതായിട്ട് വരും. ആ ഇമ്മ്യൂണോഗ്ലോബുലിൻ കൊടുത്തിട്ടില്ല എങ്കിൽ അപ്പോഴും നമുക്ക് ഇത്തരത്തിലുള്ള റിസ്ക് ഉണ്ട്. മൂന്നാമത്തേത്, ഫസ്റ്റ് എയ്ഡ് പ്രോപ്പറായിട്ട് ചെയ്തിട്ടില്ല. അതായത് കടി കിട്ടിയ ഉടൻ തന്നെ സോപ്പും വെള്ളവും ഉപയോഗിച്ച് റണ്ണിങ് വാട്ടറിൽ നന്നായി സോപ്പ് ഉപയോഗിച്ചിട്ട് ആ കടി കിട്ടിയ ഭാഗം, അത് കടിയാവാം, മാന്തലാവാം, എന്തോ ആവട്ടെ, ആ ഭാഗം വൃത്തിയായിട്ട് സമയമെടുത്ത് കഴുകുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ്. കാരണം ഈ കടി കിട്ടിയ ഭാഗത്തായിരിക്കും ഈ വൈറസുകളൊക്കെ. അപ്പൊ നമ്മള് ഈ വൈറസുകൾ കടി കിട്ടി നമ്മുടെ ശരീരത്തിൽ എത്തിയാൽ തന്നെ അവരുടെ പണി തുടങ്ങും. എന്താണ് അവരുടെ പണി? തൊട്ടടുത്തുള്ള നെർവ്, അതായത് നാഡി കണ്ടുപിടിച്ച് ആ നാഡിയിൽ പറ്റിപ്പിടിച്ച് അതിലൂടെ നമ്മുടെ തലച്ചോറിലേക്ക് കയറുക എന്നുള്ളതാണ് അവരുടെ പണി. അപ്പൊ നമ്മൾ ഫസ്റ്റ് ഡോസ് വാക്സിൻ കൊടുക്കുന്നത് വരെ ഈ വൈറസുകൾ ആരാലും അറ്റാക്ക് ചെയ്യപ്പെടാതെ അവിടെ തന്നെ ഇരിക്കുകയാണ്. അപ്പോൾ നമ്മൾ ഈ കഴുകുന്നത് വഴി നമ്മൾ ആ ലോക്കലായിട്ട് മാക്സിമം വൈറസുകളെ റിമൂവ് ചെയ്യുകയാണ്. അപ്പൊ ഈ ഫസ്റ്റ് എയ്ഡ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ ഈ ഫസ്റ്റ് എയ്ഡ് ചെയ്യാൻ പറ്റാത്തൊരു സിറ്റുവേഷൻ അങ്ങനെ എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടെങ്കിലും വാക്സിൻ കൊടുത്തതിന് ശേഷം വേണമെങ്കിൽ നമുക്ക് റാബീസ് വരാനുള്ള സാധ്യതയുണ്ട്. അപ്പൊ ഇതൊക്കെയാണ് ഏറ്റവും കൂടുതൽ. പിന്നെയെന്ന് പറയുന്നത് ആ വാക്സിന്റെ ചില പ്രശ്നങ്ങളാണ്. വാക്സിൻ പ്രോപ്പർ ആയിട്ട് കൊടുത്തില്ല, അതായത് ഈ ത്വക്കിന് താഴെ ഇൻട്രാഡെർമൽ ആയിട്ടാണ് ഇത് കൊടുക്കേണ്ടത്. അപ്പൊ ഇൻട്രാഡെർമലിന് പകരം ചിലപ്പോൾ കുറച്ചുകൂടി ആഴത്തിൽ പോയി, അതായത് പ്രോപ്പർ ആയിട്ടുള്ള എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള സ്റ്റാഫ് അല്ല എന്നൊക്കെ ഉണ്ടെങ്കിൽ തെറ്റായ രീതിയിൽ ഇഞ്ചക്ഷൻ വെച്ചാലും ഈ പ്രശ്നം വരാം. അടുത്തത്, ആ ഇഞ്ചക്ഷന്റെ വാക്സിൻ പ്രോപ്പർ ആയിട്ടുള്ള ടെമ്പറേച്ചർ അല്ല സൂക്ഷിച്ചത്, അല്ലെങ്കിൽ അതിന്റെ കോൾഡ് ചെയിൻ എന്ന് പറയും. അപ്പൊ അതിന്റെ എഫിക്കസി കുറയാനുള്ള എന്തെങ്കിലും മിസ്റ്റേക്കുകൾ അതിന്റെ സ്റ്റോറേജിൽ പറ്റിയിട്ടുണ്ടെങ്കിൽ, അപ്പൊ ഇതൊക്കെയാണ് ഏറ്റവും കൂടുതലായിട്ട് കാണുന്ന കാര്യങ്ങൾ. പക്ഷേ ഈ കുട്ടിയിൽ ഇതൊന്നല്ല. ഈ കുട്ടി പ്രോപ്പറായിട്ട് വാക്സിൻ എടുത്തിട്ടുണ്ട്, ഇമ്മ്യൂണോഗ്ലോബുലിൻ എടുത്തിട്ടുണ്ട്, എടുത്ത വാക്സിന് ഒരു പ്രശ്നങ്ങളുമില്ല, അതെല്ലാം സ്ഥിരീകരിക്കപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ ഈ പറഞ്ഞ കാരണങ്ങളൊന്നും അല്ല എങ്കിൽ എന്തായിരിക്കാം ഈ കുട്ടിക്ക് ഇത് വരാനുള്ള സാധ്യത എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിനൊരൊറ്റ ഉത്തരമേ ഉള്ളൂ. ആ കുട്ടിക്ക് കടി കിട്ടിയ ഭാഗം, ആ കുട്ടിക്ക് തലയുടെ ഭാഗത്താണ് ഏറ്റവും മോശമായിട്ട് കടി കിട്ടിയിരിക്കുന്നത്. അപ്പൊ തലയുടെ ഭാഗത്ത് ഞാൻ മുന്നേ പറഞ്ഞ പോലെ തന്നെ തലയുടെ ഭാഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തലച്ചോറിന്റെ ഏറ്റവും അടുത്തുള്ള ഭാഗമാണ്. അപ്പോ ഈ നാഡികളിൽ കൂടെ ആ വൈറസിന് പെട്ടെന്ന് തന്നെ തലച്ചോറിലേക്ക് എത്താനുള്ള സാധ്യതയുണ്ട്. അപ്പോ വാക്സിൻ എടുക്കുന്ന സമയം ആവുമ്പോഴേക്ക് പോലും ഈ വൈറസ് നാഡികളിലൂടെ ആ കുട്ടിയുടെ തലച്ചോറിൽ എത്തി എന്ന് വേണം നമ്മൾ മനസ്സിലാക്കാൻ, കേട്ടോ. അപ്പോൾ അതാണ് ഇവിടെയുള്ള ഒരു വളരെ അപൂർവമാണ് അത്. പക്ഷെ എങ്കിൽ പോലും നിർഭാഗ്യവശാൽ ആ കുട്ടിക്ക് സംഭവിച്ചത് അതാണ് എന്ന് വേണം നമ്മൾ മനസ്സിലാക്കാൻ. ഓക്കെ, അപ്പോൾ ഈ കേസിന്റെ കാര്യം അങ്ങനെയാണ്. പിന്നെ പലരും ചോദിച്ച വേറൊരു ചോദ്യം, ഈ നമ്മൾ പല വാക്സിനുകളും കൊടുക്കുന്നത് ആ ഒരു അസുഖം വരാതിരിക്കാൻ വേണ്ടി. ഇപ്പൊ നമ്മൾ MMR വാക്സിൻ കൊടുക്കുന്നത് മംസ്, മീസൽസ്, റുബല്ല എന്ന് പറയുന്ന 3 വൈറൽ ഡിസീസുകൾ വരാതിരിക്കാൻ വേണ്ടി മുൻകൂട്ടിയാണ് കൊടുക്കുന്നത്. നമ്മൾ കൊടുക്കുന്ന എല്ലാ വാക്സിനുകളും അങ്ങനെയാണ്. അപ്പൊ പലരും ചോദിച്ചു, നമുക്ക് ഇത്തരത്തിൽ റാബീസിന്റെ വാക്സിനും വരാതിരിക്കാൻ വേണ്ടി മുൻകൂട്ടി കൊടുത്തുകൂടെ എന്ന്. നോക്കൂ, ഇപ്പോഴത്തെ ഒരു നിയമം അനുസരിച്ചിട്ട് നമുക്ക് കൊടുക്കാം, പക്ഷെ എല്ലാവർക്കും കൊടുക്കാൻ സാധിക്കില്ല. അതായത് അറ്റ് റിസ്ക് ആയിട്ടുള്ള, ഇപ്പൊ ഇങ്ങനെയുള്ള
മൃഗങ്ങളുമായിട്ട് കൂടുതലായിട്ട് ഇടപഴകുന്ന ആളുകള്, ഇങ്ങനെ കെന്നലുകളിൽ വർക്ക് ചെയ്യുന്ന ആളുകള്, ഇപ്പോ ബ്രീഡിങ്, അതായത് ഈ നായകളെയും പൂച്ചകളെയൊക്കെ അങ്ങനെയുള്ള ആളുകളുമായിട്ട് അവരെ ബ്രീഡ് ചെയ്യുന്ന ആളുകള്, അപ്പൊ അങ്ങനെ വെറ്റിനറി മേഖലയിൽ വർക്ക് ചെയ്യുന്നവർ. അപ്പോൾ ഈ മൃഗങ്ങളുമായിട്ട് ഏറ്റവും അടുത്ത് ഇടപഴകുന്ന ആളുകൾക്കാണ് പ്രീ എക്സ്പോഷർ പ്രൊഫൈലാക്സിസ് ഇപ്പൊ അഡ്വൈസ്ഡ് ആയിരിക്കുന്നത്. എല്ലാവർക്കും പോയി എടുക്കാൻ പറ്റുമോ ചോദിച്ചാൽ ഇല്ല. പക്ഷെ എങ്കിൽ പോലും നിങ്ങളെ മൃഗങ്ങളുമായിട്ട്, നിങ്ങളുടെ വീട്ടിൽ പെറ്റ്സ് ഉണ്ട്, നിങ്ങൾ മൃഗങ്ങളുമായിട്ട് അല്ലെങ്കിൽ ഇങ്ങനെയുള്ള ഏരിയകൾ, അതായത് ഈ പേപ്പട്ടികളും അല്ലെങ്കിൽ സ്ട്രേ ഡോഗ്സ്, അങ്ങനെ നായകളൊക്കെ അലഞ്ഞു തിരിഞ്ഞ് നടക്കുന്ന സ്ഥലമാണ്, ഇങ്ങനെയുള്ള റിസ്ക് ഉള്ള സ്ഥലമാണെങ്കിൽ ഗവൺമെന്റ് അഡ്വൈസ്ഡ് അല്ലെങ്കിൽ പോലും നമുക്ക് വേണമെങ്കിൽ പ്രീ എക്സ്പോഷർ പ്രൊഫൈലാക്സിസ് എടുക്കാം കേട്ടോ. അത് എടുക്കാനുള്ള ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ എത്ര ഡോസാണ് എടുക്കേണ്ടതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മള് ലോകാരോഗ്യ സംഘടന പറഞ്ഞിരിക്കുന്നത് 2 ഡോസുകളാണ്. പക്ഷേ നമ്മുടെ ദേശീയ തലത്തിൽ 3 ഡോസുകളാണ്. 0-3-7, അതായത് നമ്മൾ കൊടുക്കുന്ന ദിവസം, അതിന് 3-ാമത്തെ ദിവസം, 7-ാമത്തെ ദിവസം, അങ്ങനെ 3 ഡോസുകൾ നമ്മൾ എടുത്തു കഴിഞ്ഞാൽ നല്ല രീതിയിൽ, അതായത് കടി കിട്ടിയിട്ടല്ല, കടിയൊക്കെ കിട്ടുന്നതിന്റെ മുന്നേ തന്നെ ഒരു മുൻകൂട്ടി തന്നെ നമ്മൾ അതിനൊരു പ്രതിരോധം തീർക്കുക എന്നുള്ള രീതിയിൽ ഇന്നത്തെ ഒരു നിയമം അനുസരിച്ചിട്ട് അറ്റ് ആയിട്ടുള്ള ആളുകൾക്ക് മാത്രമേ പറ്റൂ. പക്ഷേ എങ്കിൽ പോലും നമുക്ക് എടുക്കണമെങ്കിൽ, ഇപ്പൊ ഗവൺമെന്റിന് കിട്ടിയിട്ടില്ലെങ്കിലും പ്രൈവറ്റുകളിലും പലപ്പോഴും ഇതൊക്കെ അവൈലബിൾ ആണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പം വേണമെങ്കിൽ നമുക്ക് എടുക്കാവുന്നതാണ്, അതിനുള്ള ഓപ്ഷൻസ് ഉണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള ഏരിയാസ് ഒക്കെ ഉണ്ടെങ്കിൽ അവിടെയൊക്കെ പ്രാദേശിക നേതൃത്വമൊക്കെ അങ്ങനെ തീരുമാനങ്ങൾ എടുത്താൽ അത് വളരെ നല്ലതായിരിക്കും. അപ്പോൾ ഈ 3 ഡോസ് എടുത്തു കഴിഞ്ഞാൽ എന്താണ് അതിന്റെ ഗുണം? നമ്മളൊരു ഇഞ്ചക്ഷൻ എടുക്കുമ്പോൾ, വാക്സിനേഷൻ എടുക്കുമ്പോൾ നമ്മുടെ ശരീരത്തിൽ ഈ വൈറസിനെതിരെയുള്ള ആന്റിബോഡികൾ നിർമ്മിക്കപ്പെടുകയാണ്. അപ്പോൾ നമുക്ക് എപ്പോഴെങ്കിലും അത് കഴിഞ്ഞ് കുറച്ച് സമയം കഴിഞ്ഞ് നമുക്കൊരു മാന്തലോ കടിയൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ നമ്മുടെ ശരീരം ഓൾറെഡി സജ്ജമാണ്, കാരണം ഈ ആന്റിബോഡീസ് ഓൾറെഡി നമ്മുടെ ഇടയിലുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ആളുകൾ പിന്നെ കടിയോ മാന്തലോ കിട്ടിയാൽ വാക്സിനേഷൻ എടുക്കണ്ടേ ചോദിച്ചാൽ എടുക്കണ്ടെന്നല്ല കേട്ടോ. പക്ഷേ അവർക്കൊരു ആഡഡ് പ്രൊട്ടക്ഷൻ ഉണ്ട്. കാരണം വാക്സിൻ എടുക്കുന്ന സമയം വരെ വെയിറ്റ് ചെയ്യേണ്ട കാര്യം. നമ്മൾ ആദ്യത്തെ ഡോസ് വാക്സിൻ എടുത്താലും നമ്മുടെ ശരീരത്തിൽ ആന്റിബോഡികൾ ഉണ്ടായി വരാൻ പിന്നെയും കുറച്ച് ദിവസങ്ങൾ എടുക്കും. അപ്പോഴൊക്കെ നമ്മൾ റിസ്കിലാണ്, കാരണം ഈ വൈറസ് പണി തുടങ്ങിയിട്ടുണ്ടായിരിക്കും. അപ്പോൾ പ്രീ എക്സ്പോഷർ പ്രൊഫൈലാക്സിസ് എടുത്തു കഴിഞ്ഞാൽ ഓൾറെഡി തന്നെ നമ്മുടെ ശരീരത്തിൽ ആന്റിബോഡികൾ ഉള്ളത് കൊണ്ട് ഒരു ആഡഡ് പ്രൊട്ടക്ഷൻ ഉണ്ട്. പിന്നെ നമ്മൾ ഈ പിന്നെ ഒരു കടിയോ മാന്തലോ കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ 0, 3, 7, 28 അങ്ങനെയുള്ള എല്ലാ 4 ഡോസും എടുക്കേണ്ട കാര്യമില്ല. 2 ഡോസ് എടുത്താൽ മതി, 0-യും 3-യും കേട്ടോ. അതെടുത്താൽ തന്നെ നമുക്ക് കംപ്ലീറ്റ് നല്ല പ്രൊട്ടക്ഷൻ, ഏകദേശം 100% കിട്ടുമെന്ന് ഉറപ്പുവരുത്താം. പിന്നെ ഇതൊന്നും എടുക്കാത്ത ആളുകൾ, പ്രത്യേകിച്ച് ഇങ്ങനെ കയ്യിലും തലയിലും ഒക്കെ, ഈ സ്കാൽപ്പിലൊക്കെ ഇങ്ങനെ വളരെയധികം മോശമായിട്ടുള്ള വൂണ്ട് കിട്ടിയ ആളുകൾ നിർബന്ധമായിട്ടും അതെന്തായാലും ഇമ്മ്യൂണോഗ്ലോബുലിൻ കൊടുക്കും. ഈ ഇമ്മ്യൂണോഗ്ലോബുലിൻ കൊടുക്കുന്നത് ആ കിട്ടിയ വൂണ്ടിന് 4 പുറമാണ്, അതായത് അതിന്റെ ഉള്ളിലേക്കും ആ പരിസര പ്രദേശത്തോടെ. അതെന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞല്ലോ, വാക്സിൻ കൊടുത്താലും അതിന്റെ പ്രതിരോധം നമുക്ക് കിട്ടാൻ, അതിന്റെ ആന്റിബോഡികൾ ഡെവലപ്പ് ചെയ്യാൻ കുറച്ചുകൂടി സമയമെടുക്കും. പക്ഷേ ഇങ്ങനെയുള്ള ഹൈ റിസ്ക് മുറിവുകൾക്ക് ആ സമയം നമുക്ക് റിസ്ക് ആണ്. അപ്പൊ അതുകൊണ്ട് നേരിട്ട് ആന്റിബോഡികളെ അങ്ങോട്ട് ഇഞ്ചക്ട് ചെയ്ത് അവിടെയുള്ള വൈറസുകളെ നശിപ്പിക്കാനാണ് നമ്മൾ ഇമ്മ്യൂണോഗ്ലോബുലിൻ എന്ന് പറയുന്ന റെഡിമെയ്ഡ് ആയിട്ടുള്ള ആന്റിബോഡികളെ കൊടുക്കുന്നത്. എന്നാൽ എല്ലാവർക്കും ഇമ്മ്യൂണോഗ്ലോബുലിൻ കൊടുക്കാൻ പറ്റുമോ? ഇല്ല. അതായത് അതിന് റിസ്ക് ഉണ്ട്. ആ റിസ്ക് കാറ്റഗറിയിലേക്കാണ്. അതായത് അതിന് ഈ കുട്ടിക്കൊക്കെ ഉണ്ടായ പോലെ തലയിലും ഒക്കെ ഈ ഭാഗത്ത് മുഖത്തും ഒക്കെ ഉള്ള മുറിവുകൾ അതിൽ പെടുന്നതാണ് കേട്ടോ. അപ്പോൾ എല്ലാവരുടെയും സംശയം ദൂരീകരിക്കപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ പറ്റാവുന്ന ആളുകൾ, റിസ്ക് ഉള്ള ആളുകളൊക്കെ പ്രീ എക്സ്പോഷർ പ്രൊഫൈലാക്സിസ് ദയവ് ചെയ്ത് എടുക്കുക. പലരുടെയും വിശ്വാസം ഇപ്പോഴും പൊക്കിളിന് ചുറ്റുമാണ് റാബീസിന് വാക്സിൻ എടുക്കുന്നതെന്ന്. അല്ല, നമ്മുടെ ഇവിടെ ഒട്ടും വേദന ഇല്ലാതെ സ്കിന്നിന്റെ താഴെ, തൊലിക്ക് താഴെ ഒരു ഇഞ്ചക്ഷനാണ്. അപ്പൊ അതുകൊണ്ട് അനാവശ്യമായിട്ടുള്ള പേടിയൊന്നും വേണ്ട. പൊക്കിളിന്റെ 4 ഒന്നല്ല ഇപ്പൊ ഇഞ്ചക്ഷൻ എടുക്കുന്നത് കേട്ടോ. അപ്പോൾ പറ്റുന്ന ആളുകൾ, റിസ്ക് ഉള്ള ആളുകൾ പ്രീ എക്സ്പോഷർ പ്രൊഫൈലാക്സിസ് എടുത്തു വെക്കുക. പിന്നെ വീണ്ടും പറയുകയാണ്, റാബീസ് ഇങ്ങനെ എവിടുന്നെങ്കിലും പലപ്പോഴും പല ആളുകള് അത് വീട്ടിലെ പൂച്ചയാണ്, വീട്ടിലെ പട്ടിയാണ്, വാക്സിനേഷൻ എടുത്ത പട്ടിയാണ്, എനിക്ക് അറിയുന്ന നായയാണ്, അറിയുന്ന പൂച്ചയാണെന്നൊക്കെ പറയും. പ്ലീസ് അങ്ങനെ വിചാരിക്കരുത്. നിങ്ങൾക്ക് ഏത് നായയിൽ നിന്നും ഏത് പൂച്ചയിൽ നിന്നും അങ്ങനെയുള്ള എന്ത് മൃഗങ്ങളിൽ നിന്ന് കടിയോ മാന്തലോ കിട്ടിയാലും പ്രോപ്പർ ആയിട്ടുള്ള ഫസ്റ്റ് എയ്ഡ് ചെയ്യുക, വൃത്തിയായി കഴുകുക, സോപ്പും വെള്ളവും ഉപയോഗിച്ച് സമയം എടുത്ത് കഴുകുക. എത്രയും വേഗം വാക്സിൻ, IDRV വാക്സിൻ കൊടുക്കുക കേട്ടോ. അപ്പൊ ഇത്രയേ ഉള്ളൂ. എല്ലാവരിലേക്കും ഈ ഒരു വാർത്ത എത്തിക്കുക. ബൈ.